ശരി, ഇവിടെ ഈ പറയുന്ന BJP-യുടെ തന്ത്രമായിരുന്നു ഈ 370 400 പാർ. ശരി, ഒരു തന്ത്രമാണ്. പക്ഷേ ജനവിധി വരുന്നത് സ്വഭാവം കാണണമല്ലോ. ജനങ്ങൾക്കും ഒരു മറുതന്ത്രമുണ്ടല്ലോ. അത് കണ്ടപ്പോൾ അങ്ങേക്കെന്ത് തോന്നി? ഇപ്പോൾ ഈ പ്രശാന്ത് കിഷോറൊക്കെ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഈ പോളിംഗ് ഉയരുകയോ താഴുകയോ ചെയ്യാം, പക്ഷേ ഇപ്പം അങ്ങൊരു തെരഞ്ഞെടുപ്പ് വിദഗ്ധം കൂടെയാണല്ലോ, ശാസ്ത്രീയമായി അത് ആർക്കെങ്കിലും അനുകൂലമാണ് അല്ലെങ്കിൽ എതിരാണ് എന്ന് തെളിയിക്കാൻ കഴിയുന്ന ഡേറ്റ ഒരു ഘട്ടത്തിലും വന്നിട്ടില്ല. ശാസ്ത്രീയമായി ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പ് ചരിത്രം നമുക്കില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ നിഷ്കളങ്കമായി തള്ളേണ്ടതാണോ ഈ പറയുന്ന വോട്ടിംഗ് ശതമാനത്തിലെ കുറവ്? എന്ന് മാത്രവുമല്ല, ഇവിടെ ശ്രീ ഗോപാലകൃഷ്ണൻ പറയുകയുണ്ടായി, വികസനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ ഈ OBC-യുടെ കാര്യവും മുസ്ലിങ്ങൾ രണ്ടാം പൗരന്മാരാകുകയും ചെയ്യുമെന്ന് പ്രതിപക്ഷം പറഞ്ഞതിനാൽ നിർബന്ധിതനാവുകയായിരുന്നോ മോദി? ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന ഇവരുടെ പ്രകടന പത്രികയിൽ 67 സ്ഥലത്താണ് മോദി എന്ന വാക്ക് വരുന്നത്. എല്ലാം ഈ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പുറപ്പെടുകയല്ലേ. അപ്പോൾ എതിർവാദം മറ്റു രൂപത്തിലായിരിക്കുമെന്ന് ഇവർ പ്രതീക്ഷിച്ചില്ലേ? അപ്പോൾ എതിർവാദം വന്നു കഴിഞ്ഞാൽ ഉടനെ ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പുതിയ തന്ത്രം ഇവർ മെനയുകയാണോ ചെയ്തത്? അങ്ങനെയെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ മോദിയുടെ പ്രചാരണത്തെ നയിച്ചത് പ്രതിപക്ഷത്തിന്റെ സമ്മർദ്ദ തന്ത്രമായിരുന്നു എന്ന് സമ്മതിക്കുന്നതിന് തുല്യമാകില്ലേ ഈ പറയുന്ന ഗോപാലകൃഷ്ണന്റെ വാദഗതി? പ്രശാന്ത് കിഷോർ പറഞ്ഞ കാര്യം ഞാനും ശ്രദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞത് പോളിംഗ് റേറ്റ് കുറയുന്നതോ കൂടുന്നതോ അത് ഏതെങ്കിലും ഒരു തരംഗത്തിൻ്റെ ഭാഗമാണ്, ആൻറ്റി ഇൻകംബൻസിയുടെയോ അനുകൂല തരംഗത്തിൻ്റെ ഭാഗമാണ് എന്ന് സ്ഥാപിക്കാൻ, കോറിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് ആ പറയുന്നതിനകത്ത് സത്യമുണ്ട്, വസ്തുതയുണ്ട്. കാരണം കേരളത്തിൽ തന്നെ നമ്മൾ എത്രയോ ഉദാഹരണങ്ങൾ മറിച്ച് കാണിക്കാനുണ്ട്. പക്ഷേ നമുക്കിവിടെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ CSDS-ൻ്റെ സർവേ ഇലക്ഷന് തൊട്ട് മുമ്പ്, തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് വന്നതിനകത്ത് മോദിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള പോയിൻ്റ് വ്യത്യാസം 22%. അപ്പോൾ മോദിയിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു ഇലക്ഷനായിട്ട് അത് വരുമെന്ന് നമ്മൾ എല്ലാ പേരും പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള പോളിംഗ് വന്നില്ല എന്നുള്ളതിന് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഇവിടെ സ്ട്രാറ്റജി എന്ന് പറയും, പൊളിറ്റിക്കൽ സയൻസിൽ ഞങ്ങളിതിനെ പറയും ഒരു ബാൻഡ് വാഗൺ എഫക്റ്റ് ഉണ്ടാക്കുന്നു. ഒരു ബാൻഡ് വാഗൺ എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് 400 പാർ. അങ്ങനെ ഒരു തരംഗമുണ്ടാക്കുമ്പോൾ ആ തരംഗത്തിനനുസരിച്ചുള്ള പോളിംഗ് ശതമാനം വർദ്ധിക്കുമെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു. ആ നിലയ്ക്കുള്ള പോളിംഗ് വർധനവ് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിലും BJPക്ക് നല്ല ബേസുള്ള മറ്റ് സംസ്ഥാനങ്ങളിലുമെല്ലാം ആ ഉദ്ദേശിക്കുന്ന രീതിയിൽ പോളിംഗ് വർദ്ധിച്ചില്ല, 19 പോലെ വർദ്ധിച്ചില്ല. ഇതുകൊണ്ട് പോളിംഗ് ശതമാനം തീരെ കുറവാണെന്നുള്ളൊരർത്ഥത്തിലല്ല, ഒരു 65% എന്തായാലും കൺക്ലൂഷനിൽ നമുക്ക് കിട്ടും, രാജ്യത്തൊട്ട് കിട്ടും. അത് മോശമാണെന്നല്ല പറയുന്നത്, മറ്റ് ചില ഫാക്ടേഴ്സ് കൂടെ ഉണ്ട് പോളിംഗ് കുറയുന്നതിനകത്ത്. അതെന്തോ ആയിക്കൊള്ളട്ടെ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു വൻ തരംഗം കാണുന്നില്ല, മോദി തരംഗം കാണുന്നില്ല. ആ മോദി തരംഗം എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലും പറയാം, അനുകൂല തരംഗവും കാണുന്നില്ല, വിരുദ്ധ തരംഗവും കാണുന്നില്ല. അങ്ങനെ പറയുമ്പോൾ പോളിംഗ് ശതമാനം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അത്തരത്തിലൊരു ട്രെൻഡാണെങ്കിൽ അത് തീർച്ചയായിട്ടും BJPക്ക് ആശങ്ക ഉളവാക്കി. അതിനുശേഷം ക്യാമ്പയിൻ വിപ്പപ്പ് ചെയ്തു. ആ ക്യാമ്പയിനൊരു സ്പിരിറ്റ് കൂടി, ആ സ്പിരിറ്റ് കൂടി ക്യാമ്പയിനകത്ത് തെരഞ്ഞെടുപ്പിന് അതുവരെ ഉപയോഗിച്ചിരുന്ന ആ ഡിസ്കോഴ്സും ആ ഭാഷ്യവും നറേറ്റീവും മാറി എന്നുള്ളത് വസ്തുതയാണ്. വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് ഗവൺമെൻറ് തന്നെ നടത്തിയ പരസ്യ പ്രസ്താവന, പാർട്ടി പ്രസ്താവന, പാർട്ടിയിൽ കൂടി വന്ന പ്രസ്താവന, കുഞ്ഞുങ്ങൾ പോലും വീടുകളിൽ അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ അതിൻ്റെ കൺക്ലൂഷൻ മോദിക്ക് ഗ്യാരണ്ടി രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇവിടെ ലിസ ആദ്യഘട്ടത്തിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ. ഈ എന്തുകൊണ്ടാണ് ഈ എക്സിറ്റ് പോളുകൾ ഏറ്റവും ഒടുവിൽ 1-ാം തീയതി വൈകിട്ടേ വിടാവൂ എന്ന് പറഞ്ഞു? ഇപ്പോൾ നമ്മൾ ഈ പ്രശാന്ത് കിഷോറിൻ്റെത് കണ്ടു, നമ്മൾ ഈ പറയുന്ന യോഗേന്ദ്ര യാദവിൻ്റെത് കണ്ടു, നമ്മൾ ഈ പ്രദീപ് ഗുപ്തയുടെയും കണ്ടില്ലേ, ആക്സിസ് മൈൻഡിയുടെ ആള്, ഏറ്റവും കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ പ്രവചിക്കുന്നയാൾ. ഇപ്പോൾ രാജീവിൻ്റെ പേര് പല ആവർത്തിയാണ് ഗോപാലകൃഷ്ണൻ ഇവിടെ ഉദ്ധരിച്ചത്. രാജീവ് ഇരിക്കുന്ന ആ കോൺക്ലേവിൽ പ്രദീപ് ഗുപ്ത പറയുന്നത് എൻ്റെ വായ അടപ്പിച്ചു വെച്ചിരിക്കുകയാണ്, എനിക്ക് 1-ാം തീയതി മാത്രമേ കൃത്യമായി കാര്യങ്ങൾ പറയാൻ കഴിയൂ. അപ്പോൾ എന്തുകൊണ്ട് അന്ന് ഞാൻ കൃത്യമായി പറയും എന്ന ആത്മവിശ്വാസത്തോടെ പ്രദീപ് ഗുപ്ത പറയുകയും ചെയ്യുന്നു. അവിടെയാണ് ബോധപൂർവമായ ആ നിശബ്ദത എന്തുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന ലിസ് മാത്യുവിൻ്റെ ചോദ്യം പ്രസക്തമാകുന്നത്. ആദ്യഘട്ട വോട്ടെടുപ്പിന് ശേഷം അതിൻ്റെ പോളിംഗിൻ്റെ കൃത്യമായ കണക്കുകൾ വരുന്നത് 11 ദിവസം കഴിഞ്ഞ്, രണ്ടാമത്തെ ഘട്ടത്തിൻ്റേത് 4 ദിവസം കഴിഞ്ഞ്. ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിലില്ല. 52-ലെ ആദ്യ തെരഞ്ഞെടുപ്പ് ഇത്രയും കഷ്ടപ്പെട്ട് നടത്തുമ്പോൾ ഈ കാലാവധി എടുക്കുകയുണ്ടായോ ഗോകുമാർ സാർ? ഇവിടെ ഇപ്പോൾ EVM-ൻ്റെ മഹത്വമല്ലേ ഇലക്ഷൻ കമ്മീഷൻ വാദോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് ഈ 11 ദിവസവും 7% വോട്ടെടുപ്പിലെ വ്യത്യാസത്തിൻ്റെ കണക്കുകളും വരുന്നത് അല്ലേ?
അതെന്തുകൊണ്ട് സംശയം ജനിപ്പിക്കുന്ന വിധത്തിലായി മാറുന്നു? പിന്നെ അങ്ങീ പറയുന്ന കാര്യമുണ്ടല്ലോ, ഈ ഹിന്ദുത്വം എടുത്തങ്ങ് പയറ്റിയെന്ന്. ഒറ്റ സെക്കൻഡ് സാർ, പ്രശാന്ത് കിഷോർ പറഞ്ഞൊരു കാര്യം അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. 2014 എക്സെപ്ഷനാണ്, അതൊഴിച്ചാൽ അതിന് മുൻപും അതിനുശേഷവുമുള്ള മോദി ഇതെപ്പോഴും പയറ്റിയിട്ടുണ്ട് എന്ന്. അങ്ങയുടെ മറുപടി? തീർച്ചയായിട്ടും ഈ താങ്കൾ പറഞ്ഞ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞതിനകത്ത് ഞാൻ യോജിക്കുകയാണ്. കാരണം ഇലക്ഷൻ കമ്മീഷൻ കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടു കൂടി പെരുമാറണമായിരുന്നു. തമിഴ്നാട്ടിൽ തന്നെ എത്ര പ്രാവശ്യം പോളിംഗ് ശതമാനം മാറ്റി പറഞ്ഞു. വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടുകൂടി പെരുമാറുകയും ഡേറ്റ കുറച്ചുകൂടി ഡിജിറ്റലായിട്ടും ടെക്നോളജിക്കലായിട്ടും ഫാസ്റ്റായിട്ട് തരാൻ പറ്റുന്ന സമയത്ത് നമുക്ക് ഒരു ദിവസം പ്രതീക്ഷിക്കാം. അതിനപ്പുറം ഒരു ന്യായവുമില്ല. ഇന്ന് വൈകുന്നേരം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാത്രി 11 മണി വരെ നിങ്ങൾ പോളിംഗ് നടത്തിയെന്ന് പറഞ്ഞോട്ടെ, പുറത്ത് നിൽക്കുന്നവർക്ക് സ്ലിപ്പ് കൊടുത്ത്. എന്നാൽ ഞാനും ഇലക്ഷനിൽ പ്രിസൈഡിംഗ് ഓഫീസറായിട്ടും മറ്റ് പല ചുമതലകളും ഞാനും ഇരുന്നിട്ടുണ്ട്. ഈ ഡേറ്റ ഇന്ന് എത്ര ഫാസ്റ്റായിട്ട് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും? അടുത്ത ദിവസം ഒരു 10 മണിയാകുമ്പോഴെങ്കിലും എക്സാക്റ്റ് ഡേറ്റ പറയണ്ടേ? അതിൽ ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ കുറ്റപ്പെടുത്താതിരിക്കാൻ നിർവാഹമില്ല. അതിന് ഭരണകക്ഷിയെയോ പ്രതിപക്ഷത്തിനെയോ പറയേണ്ടതിന് പകരം ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ള സ്ഥാപനം കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോട് പെരുമാറണം. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് കുറവായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് പറയും. ഇതിൽ മാത്രമല്ല, നേരത്തെ പറഞ്ഞ ഭാഷ്യത്തിന്റെ കാര്യത്തിൽ അല്ല യാദൃച്ഛ്യമല്ല, അവരുടെ കഴിവുകേടെന്നേ പറയുള്ളൂ. അല്ലല്ല, അങ്ങനെ നിഷ്കളങ്കമാക്കി മാറ്റണോ അതോ മറ്റൊരു ഗുണഭോക്താവിന് വേണ്ടിയെന്നോ? ഇതിലെ ഗുണഭോക്താക്കൾ ആരാണ്? അതങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പോളിംഗ് ശതമാനം വർദ്ധിക്കുമ്പോൾ രാജ്യത്തുള്ള ആൾക്കാരെല്ലാം കൂടുതൽ പോൾ ചെയ്യാൻ പോകും എന്നുള്ളൊരു ആവേശത്തെ ഉദ്ദേശിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എപ്പോഴായാലും ഡേറ്റ കൊണ്ടുവന്നല്ലേ പറ്റൂ. ആ ഡേറ്റ കൊണ്ടുവരികയും നാളെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കിട്ടിയ നോട്ട വോട്ടുകളും സ്ഥാനാർത്ഥി കിട്ടിയ വോട്ടുകളും കൂടെ കൂട്ടിച്ചേർത്ത് രാജ്യത്തുള്ള മൊത്തം പോളിംഗ് ശതമാനം എടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ പ്രതിക്കൂട്ടിൽ വീണ്ടും ഇലക്ഷൻ കമ്മീഷൻ ആവില്ലേ ഒരു വലിയ കള്ളം കാണിച്ചാൽ? അതുകൊണ്ട് അതിന് ആ നിലയ്ക്കല്ല, കഴിവുകേടെന്നുള്ളതിനെ ഞാൻ പറയും. ഈ കഴിവുകേടിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നേതാക്കന്മാർ പറഞ്ഞ നറേറ്റീവിനകത്ത്, ഭരണകക്ഷിയിലും പ്രതിപക്ഷത്തും പറഞ്ഞ കാര്യങ്ങളിൽ, അവർ പറഞ്ഞ കാര്യങ്ങളിൽ അതിലേക്ക് പറയാം. അല്ല അതിലേക്ക് പറയാം. ഈ എക്സിറ്റ് പോള് ഞങ്ങളൊക്കെ ഒരുപാട് ഇലക്ഷൻ സ്റ്റഡീസും പോൾസും ഒക്കെ നടത്തിയിട്ടുണ്ട്. എക്സിറ്റ് പോള് റിസൾട്ടിന് വളരെ ആക്യുറേറ്റ് ആയിട്ടൊരു ഡേറ്റയാണ്. മറ്റേത് സർവേയേക്കാൾ ഏറ്റവും പെർഫെക്റ്റായിട്ട് പറയാൻ പറ്റുന്നത് എക്സിറ്റ് പോൾ ഡേറ്റയാണ്. കാരണം ചൂടപ്പം പോലെ വോട്ടും കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ആൾക്കാരെ ഒന്നുകിൽ പോളിംഗ് സ്റ്റേഷൻ്റെ പ്രൊമൈസസിലോ അതല്ലെങ്കിൽ അന്ന് തന്നെ അവർ വീട്ടിലോ ചെന്ന് കാണുകയാണ്. അവിടെ തന്നെ ഒരു സാമ്പിളും ഉണ്ട്. അതിൻ്റെ മെത്തേഡൊക്കെ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. പക്ഷേ ആ സർവേ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് എങ്ങനെ പറയാൻ പറ്റും? 7 തവണ എത്ര ഘട്ടമായിട്ടാണ് ഈ തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഇത്തരം അതാണ് ഞാൻ ഇലക്ഷൻ കമ്മീഷൻ്റെ കഴിവുകേടെന്ന് പറഞ്ഞത്. ഇതിനു മുമ്പൊക്കെ ഇലക്ഷൻ നടന്നിട്ടില്ലേ? 52 തൊട്ടുള്ള കഥ താങ്കൾ പറഞ്ഞല്ലോ. അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും ഘട്ടമാക്കി മാറ്റി? ഈ ഘട്ടമായിട്ട് ഓരോ ഘട്ടത്തിലും എക്സിറ്റ് പോൾ കൊടുക്കാൻ പറ്റുമോ? നാച്ചുറലി അത് സ്വാധീനിക്കും. അവസാന ഘട്ടമാണ് വാരണാസി പോളിംഗ്. അപ്പൊ എല്ലായിടവും മോദിക്ക് പോകേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഈ 7 ഘട്ടം. 7ാമത്തെ ഘട്ടത്തിൽ വാരണാസി അല്ല അങ്ങനെ ഒരു കാര്യമാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇതിനു മുമ്പ് പല ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും കൺഫ്യൂസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ താങ്കൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഇലക്ഷൻ കമ്മീഷനും ഭരണകക്ഷിയും കൂടെ ചേർന്നൊരു കളി കളിച്ചു എന്ന് വിശ്വസിക്കാൻ തോന്നുന്നില്ല. അല്ല, സംശയങ്ങൾക്ക് ഇട നൽകുന്ന പ്രവൃത്തികൾ വരുന്നു എന്നതാണ്. പിന്നെ ഇലക്ഷൻ കമ്മീഷന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകേണ്ട നമുക്ക്. എങ്ങനെയാണ് ലവാസ എടുത്ത നിലപാട്, അതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നേരിടേണ്ടി വന്നത്, ഇപ്പോ പേര് പോലും ഒരിടത്തും പരാമർശിക്കാതെ നദ്ദയ്ക്കും ഈ പറയുന്ന ഖാർഗെയ്ക്കും സമാസമം ഒരു തിട്ടൂരം കൊടുത്തത്, അതൊക്കെ പോട്ടെ. ഈ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം 1-ാം തീയതി വരെ എക്സിറ്റ് പോൾ വരരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ചുരുക്കം വാക്കുകളിൽ ഗോകുമാർ സാർ. അത് പറയുന്നത് വളരെ സിമ്പിളാണ് വേണു, അത് മനസ്സിലാക്കൂ. എക്സിറ്റ് പോൾ റിസൾട്ട് വന്നാൽ റിസൾട്ട് സ്വാധീനിക്കും. അപ്പം ഘട്ടമായിട്ട് വരുന്ന റിസൾട്ട് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ. അത് ഫ്രാക്ചേർഡ് വേർഡിക്റ്റ് ഇല്ല വേണുവിൻ്റെ തെറ്റിദ്ധാരണയാണ്. എക്സിറ്റ് പോൾ റിസൾട്ട് ഇലക്ഷൻ അവസാനത്തെ വോട്ടും ചെയ്തതിന് ശേഷമേ ഉള്ളൂ.